Hi, hello. Welcome to my another episode of my YouTube channel, The Tricky Fingers. ഇന്ന് നമ്മൾ വെഡ്ഡിങ് കാർഡ്സ് വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോവാം. എന്നാൽ പിന്നെ കണ്ടാലോ? അപ്പം പിന്നെ തുടങ്ങിയാലോ? അതിനായിട്ട് നമ്മൾ ഒരു കാർഡ് സ്റ്റോക്ക് എടുക്കാം. അതൊരു പേപ്പറാണ്, കട്ടിയുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ അപ്പുറത്ത് പ്ലെയിൻ ആയിട്ടുള്ള വശം ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് ഈ വെഡ്ഡിങ് കാർഡിൻ്റെ മുകൾ വശം ഉണ്ടല്ലോ, പിന്നെ എഴുതിയ വശം, അവിടെ നമ്മൾ ഒരു കാർഡ് ബോർഡിന് വേണ്ടിയിട്ടുള്ള ലേ ഔട്ട് നമ്മൾ വരക്കും. അതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം, എന്താണ് വരക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് അത് വരക്കുന്ന സമയത്ത് ഈ കാർഡ് ബോർഡിൻ്റെ ഒരു ചതുരത്തിൻ്റെ വശം 4 സെൻറ്റിമീറ്ററും അളവ് 4 സെൻറ്റിമീറ്ററും പിന്നെ എക്സ്ട്രാ മടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഉണ്ടാക്കും, അത് 1 സെൻറ്റിമീറ്ററും ആക്കി എടുക്കാം. ഇങ്ങനെ ഇരിക്കും കാണാൻ. അത് ലേ ഔട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇത്. എന്നിട്ട് നമ്മൾ ഈ വരകൾ വെച്ചിട്ട് ഒരു പെട്ടി പോലെ മടക്കി എടുക്കണം. മടക്കി എടുക്കുന്ന സമയത്ത് നമുക്കൊരു പെട്ടി കിട്ടും. ഇങ്ങനെ ഇരിക്കും കേട്ടോ കാണാൻ. ഇങ്ങനെ ഇരിക്കും. അത് ആ ഒരു വശയില്ലേ, അറ്റത്തെ വശവും കൂടെ മടക്കി കൊടുക്കണം, എന്നാലാണ് നമുക്ക് കാർഡ് ഒരു ബോക്സ് പോലെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ബോക്സിന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ഒന്ന് പ്രിട്ടിയാക്കി എടുക്കാം. ഞാനിവിടെ സ്ക്വയറും അതും ഇതൊക്കെയാണ് വരച്ചത്. ഇതൊന്ന് വൃത്തിക്ക് മടക്കിയെടുക്കുന്നതാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പം പിന്നെ ഇതിൻ്റെ പുറത്തുള്ള രചനകളൊക്കെ നമുക്കങ്ങോട്ട് തുടങ്ങാം. ഞാൻ കുറേ സ്ക്വയറും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബി ഹാപ്പി അങ്ങനെ കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗിഫ്റ്റായിട്ടും യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡെക്കോറായിട്ടും കീപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഡെക്കോറായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഫ്രണ്ട്സിൻ്റെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് ഈ പിക്കിൽ കാണുന്ന പോലെ, ഫോട്ടോയിൽ കാണുന്ന പോലെ വെട്ടി എടുക്കാം. എന്നിട്ട് ഈ നേരത്തെ വെച്ച ആ കാർഡ്ബോർഡ് പീസിലെ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനം എടുത്തിട്ട് ഗ്ലൂ തേച്ച് അത് അറ്റാച്ച് ചെയ്തെടുക്കാം. അതാണ് ഇനി ചെയ്യാനുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പാർട്ട് റെഡിയായി, ബോക്സ്. ഇനിയാണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ വെട്ടിയെടുത്ത ആ ഒരു സംഭവമില്ലേ, ആ കാർഡ്ബോർഡ്, അത് നമ്മൾ 4 ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു അറ്റത്ത് നമ്മൾ ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു 3 ഉണ്ടാക്കിയെടുക്കണം. 3 ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുമേലാണ് നമ്മൾ നമ്മുടെ ട്യൂലിപ്പ് അറ്റാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ട്യൂലിപ്സ് വരച്ചു കൊടുക്കാം. ഇത് 3 വരച്ചു കൊടുക്കണം. എന്നിട്ട് 3 കാർഡ്ബോർഡിൽ 3 വീതം വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത സംഭവം തന്നെ നമ്മൾ 3 ഒരു ഹൈറ്റിൽ, 3 കുറച്ചുകൂടെ വലുത്, 3 കുറച്ചുകൂടെ വലുത്, അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നേരത്തെ ചെയ്ത് വെച്ച ഈ സംഭവമില്ലേ, ഇതെടുത്തിട്ട് നമ്മൾ 3 അതുമ്മലിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ ഒരു വരി ഓഫ് ഗാർഡൻ ഓഫ് ട്യൂലിപ്സ്. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഇത് കുറച്ച് ഫിക്സ് ചെയ്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കണം. ആ സമയത്ത് ഒന്ന് നല്ല രീതിക്കൊന്ന് അമർത്തി പിടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ അമർത്തി കുറച്ച് നേരം നിന്നാൽ തന്നെ അത് ഒട്ടിപ്പോകും. അപ്പം നമ്മുടെ സംഭവം റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 3 ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ. അപ്പം എന്നിട്ട്
ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ ആ ബോക്സില്ലേ ആ ബോക്സ് എടുക്കുക, എന്നിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെറുതൊട്ടിക്കുക, എന്നിട്ട് അതിൻ്റെ മീഡിയം സൈസുള്ളത് ഒട്ടിക്കുക, അതിൻ്റെ ബാക്കിൽ വലുതൊട്ടിക്കുക. അങ്ങനെ ഞാനിതാ 2 ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഒട്ടിക്കാനുണ്ട്. ഞാൻ തിരിച്ചു വെച്ചു, വീണ്ടും അറിയാതെ തിരിച്ചു വെച്ച് അതാ 3 അങ്ങനെ കിട്ടും. നല്ല ക്യൂട്ടില്ലേ കാണാൻ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് സംഭവം. ഇത് നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂല്ലേ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്